ഏറെക്കാലമായി കുന്നമംഗലം നമുക്കറിയാം PTA റഹീം LDF ജയിക്കുന്ന മണ്ഡലമാണ്. ലീഗിന് ഒരുപാട് സാധ്യതകളുള്ള മണ്ഡലമാണ്. പക്ഷേ PTA റഹീമിനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ദിനേശൻ പെരുമണ്ണയെ നിർത്തിയ പരീക്ഷണം പോലും പരാജയപ്പെട്ടു. ഇത്തവണ PTA റഹീമിനെ എതിരിടുന്നത് MA റസാഖാണ്. NDAക്ക് വേണ്ടി ഇത്തവണയും VK സജീവൻ മത്സരിക്കുന്നു. അങ്ങനെ ഈ 3 സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്നു. NDAക്ക് പരമ്പരാഗതമായി വോട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ മണ്ഡലം. ഈ 3 സ്ഥാനാർത്ഥികൾ MA റസാഖ്, PTA റഹീം, VK സജീവൻ. ഒരിക്കൽ കൂടി PTA റഹീം വിജയിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. കുന്നമംഗലം LDF വളരെയധികം പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ എന്താണ് റിസൾട്ട് എന്നുള്ളത് അറിയണം, ട്രെൻഡ് എന്താണെന്ന് അറിയണം. നമുക്ക് പെട്ടെന്ന് ട്രെൻഡിലേക്ക് നോക്കിയതിനു ശേഷം കുന്നമംഗലത്തെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അവിടെ ആര് ജയിക്കും, ആർക്കാണ് മുൻതൂക്കം? UDF കുന്നമംഗലം പിടിക്കുന്നു 3.20. UDF പല കുറി പരിശ്രമിച്ചിട്ടും PTA റഹീമിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അത് ഈ തവണ നടക്കും എന്നാണോ? അതായത് അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ അതിലൊരു ഘടകമാണോ? അതെ, ഒരു നേരിയ മുൻതൂക്കമാണ്. 4% താഴെയാണ്. 3.2% റസാഖ് മാസ്റ്റർക്കുള്ളത്. UDFിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി നല്ല അഭിപ്രായമാണ്. അദ്ദേഹത്തെ പറ്റി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയുടെ ട്രെൻഡ് കോഴിക്കോട് ജില്ലയും തിരുവനന്തപുരം ജില്ലയും ആയിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ നിർണായകമായ ഒരു ഡിസൈഡിങ് ഫാക്ടറാകാൻ പോകുന്ന ഡിസ്ട്രിക്റ്റുകളൊന്ന്. അപ്പോൾ അതിൻ്റെ ചില സൂചനകൾ കോഴിക്കോട് നൽകുന്നുണ്ട്. നാദാപുരത്ത് ഒരു അട്ടിമറി നമ്മളിപ്പോൾ കണ്ടു. പേരാമ്പ്രയിൽ TP വലിയൊരു മത്സരം നേടുന്നത് നമ്മൾ കണ്ടു. ഏലത്തൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാവുന്നത് കണ്ടു. സൗത്തിൽ അഹമ്മദ് ദേവർഗോവിലിന് സീറ്റ് നഷ്ടപ്പെടുന്നത് കണ്ടു. കുന്നമംഗലത്തും സ്വാഭാവികമായിട്ട് അട്ടിമറി ഉണ്ടാവുന്നു. UDF ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നു. എന്നാലും വളരെ നേരിയ മാർജിനാണ്. 3.2%. ഇത് തിരിച്ചു പിടിക്കുമെന്നോ അല്ല ഇത് അട്ടിമറിയിലൂടെ റസാഖ് മാസ്റ്റർ ജയിച്ചു എന്നോ അല്ല പ്രഖ്യാപനമല്ല. നമ്മൾ കണ്ട വോട്ടർമാരിൽ ഇത് നമ്മുടെ A കാറ്റഗറി, നമ്മൾ കണ്ട A കാറ്റഗറി ആയിരുന്നു നമ്മുടെ മണ്ഡലം. നമ്മുടെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റിലെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായിരുന്നു കുന്നമംഗലം. അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് വലുതായിരുന്നു. ഏകദേശം ഒരു 650-700 അടുത്ത ആളുകളെ ആ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും 20 പോയിന്റുകളിൽ നിന്നും നമ്മൾ കണ്ടിരുന്നു. അപ്പം നിങ്ങൾ ആരെയാണ് കണ്ടത്, എവിടെയാണ് കണ്ടത്, എത്ര പേരെയാണ് കണ്ടതെന്നുള്ളത് നിങ്ങൾ ഒരു 2 ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഇത്രയും പേരെ കണ്ടാൽ ഇത് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ചർച്ച ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആശയക്കുഴപ്പമുള്ള വീട്ടിലിരുന്ന് കാണുന്ന പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രദേശമെന്ന് പറയുന്നത് കുന്നമംഗലം പോലെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തിലെയും 4 വാർഡുകൾ, ആ 4 വാർഡുകൾ LDFിനും UDFിനും തുല്യമായി പ്രാധാന്യമുള്ള 4 വാർഡുകൾ. അവിടെ നമ്മൾ 20-25 പേരെ കാണുമ്പോൾ അവരാരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് സാധ്യതയാണ് നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ സാധ്യതയിൽ ഇപ്പോൾ കുന്നമംഗലം മണ്ഡലത്തിൽ UDFിന് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് എന്നാണ് അവിടുത്തെ വോട്ടർമാരുടെ അഭിപ്രായം. ഏതായാലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കോഴിക്കോട് വലിയ വിജയം നേടിയ LDFിനെ സംബന്ധിച്ചിടത്തോളം കുന്നമംഗലത്ത് നിന്ന്, കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് നിന്ന് അത്ര ആശ്വാസകരമായ അല്ലെങ്കിൽ അത്ര പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനയല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കോഴിക്കോട് തന്നെ ഇന്ന് പോകുന്ന 2ാമത്തെ സീറ്റാണ് നാദാപുരം, പിന്നാലെ കുന്നമംഗലം. UDFിന് മുൻതൂക്കം കുന്നമംഗലത്ത് എന്നുള്ളതാണ് കോർ പ്രൊജക്ട് ചെയ്യുന്ന സ്കോർ.